നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. മെയ് 1 ആചരിക്കുന്ന വിശുദ്ധ മാർ അബിമലേഖ് തിമോത്തിയോസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളിന്റെയും ഇന്ത്യയിൽ കാലം ചെയ്ത തിരുമേനിമാരുടെ ഓർമ്മ ദിനത്തിന്റെയും സ്റ്റിയറിംഗ് കമ്മിറ്റി സബ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കരുതൽ കൂട്ടായ്മ അംഗങ്ങൾക്കുള്ള കൃത്രിമ കാൽ വിതരണോദ്ഘാടനം അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. നടത്തറ മാർ നർസൈ പള്ളി തിരുനാൾ ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. 2025 ഏപ്രിൽ 30, മെയ് 1, ബുധൻ, വ്യാഴം തീയതികളിൽ വിശുദ്ധ മാർ അബിമലേഖ് തിമോത്തിയോസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളും ഇന്ത്യയിൽ കാലം ചെയ്ത മറ്റ് തിരുമേനിമാരുടെ ഓർമ്മ ദിനവും സമുചിതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി 2025 ഫെബ്രുവരി 23 തീയതി ഞായറാഴ്ച അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിപുലമായ സ്റ്റിയറിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തിയെ ജനറൽ കൺവീനറായും ജോയിന്റ് ജനറൽ കൺവീനർമാരായി ശ്രീ അഭിജയ് പൊന്മണിശ്ശേരി, ശ്രീ ഗിഫ്റ്റൻ കെ ജോസഫ് എന്നിവരും, ക്ലർജി കൗൺസിൽ സെക്രട്ടറി റവറന്റ് ഫാദർ KR ഇനാശു, വികാരി ജനറൽ റവറന്റ് ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് വൈസ് ചെയർമാൻ ശ്രീ ലിയോൺ എ കാങ്കപ്പാടൻ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ ജേക്കബ് ബേബി ഒലക്കെങ്കൽ, പബ്ലിസിറ്റി മീഡിയ ആൻഡ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ ജിംറി സോളമൻ, ഫുഡ് കമ്മിറ്റി കൺവീനർമാരായി ശ്രീ ജോസ് TS, ശ്രീ ആൻസൺ K ഡേവിസ്, പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനർ ശ്രീ ആന്റണി AM, വളണ്ടിയർ കമ്മിറ്റി കൺവീനർമാർ ശ്രീ ഷാജു AV, ശ്രീ ലാലി റാഫേൽ, സുവിശേഷ സംഘം സെക്രട്ടറി റവറന്റ് ഫാദർ മൈക്കിൾ വള്ളുവന്തറ, മാർ അപ്രീം സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറന്റ് ഫാദർ ടിൻഡോ K തിമോത്തി, കേന്ദ്ര യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ, കേന്ദ്ര വിമൻ യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീമതി ഹെബി കെവിൻ, കേന്ദ്ര മഹിളാ സമാജം ജനറൽ സെക്രട്ടറി ശ്രീമതി മേരി പോൾ എന്നിവരുമാണ് കമ്മിറ്റി അംഗങ്ങൾ. കേന്ദ്ര ട്രസ്റ്റി ബോർഡും കാൽഡിയൻ ചാരിറ്റി കമ്മിറ്റിയും ചേർന്ന് കരുതൽ കൂട്ടായ്മ ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ കൃത്രിമ കാലും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണോദ്ഘാടനം മെത്രാപ്പൊലീത്തൻ അരമനയിൽ വെച്ച് പ്രസിഡന്റ് ഫാദർ KR ഇനാശുവിന്റെ അധ്യക്ഷതയിൽ അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത വിതരണോദ്ഘാടനം നിർവഹിച്ചു. അഭിവന്ദ്യ പാട്രിയാർക്കൽ ഡെലിഗേറ്റ് മാർ അപ്രീം മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തി സ്വാഗതവും വൈസ് പ്രസിഡന്റുമാരായ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ, ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് വൈസ് ചെയർമാൻ ശ്രീ ലിയോൺ എ കാങ്കപ്പാടൻ, കരുതൽ കൂട്ടായ്മ കമ്മിറ്റി അംഗം ശ്രീമതി പ്രിൻസി പോൾ, ശ്രീമതി സീന ജോബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇതിന്റെ ഗുണഭോക്താക്കളായ ശ്രീ ആൻഡോ KR, ശ്രീ ജോബി KC, നിതിൻ തിമോത്തി എന്നിവർ നന്ദിപൂർവ്വം മറുപടി പ്രസംഗം പറഞ്ഞു. സെക്രട്ടറി ശ്രീ ലാലി റാഫേൽ നന്ദി അർപ്പിച്ചു. നടത്തറ മാർ നർസൈ പള്ളി തിരുനാൾ ഫെബ്രുവരി 14, 15 തീയതികളിൽ ആഘോഷിച്ചു. ഫെബ്രുവരി 14, 15 തീയതികളിൽ രാവിലെ 7 മണിക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ 7:30 വിശുദ്ധ കുർബാന ക്രമീകരിച്ചു. ഫെബ്രുവരി 14 അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിലാണ് വിശുദ്ധ കുർബാന ഒരുക്കിയത്. 14 തീയതി വൈകിട്ട് 6 മണിക്ക് ഭക്തസംഘടനാ സമ്മേളനവും തുടർന്ന് കലാസന്ധ്യയും, 15 തീയതി വൈകിട്ട് 7 മണിക്ക് റംശ പ്രാർത്ഥനയും തുടർന്ന് തിരുനാൾ പ്രദർശനവും ക്രമീകരിച്ചു. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 6 മണിക്ക് അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനവും തുടർന്ന് കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് പള്ളിയിലെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായ കരുതൽ സ്പർശത്തിൽ നിന്ന് 10,000 രൂപ കേന്ദ്ര മെൻസിന്റെ കനിവ് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് കേന്ദ്ര മെൻസ് സെക്രട്ടറിക്ക് സംഭാവനയായി ചെക്ക് നൽകി. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖാന്തരം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹമോചിത, ഉപേക്ഷിക്കപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകൾ തുടങ്ങിയവർക്ക് 20% സബ്സിഡിയോടുകൂടി പരമാവധി 1 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ www.ksmdfc.org എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നേരിട്ടോ തപാലിലൂടെയോ കോർപ്പറേഷന്റെ അതാത് ജില്ലകളിലെ റീജിയണൽ ഓഫീസുകളിൽ 2025 മാർച്ച് 6 തീയതിക്ക് മുൻപായി എത്തിക്കേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.